ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം, അതും വെറൈറ്റി ആയിട്ടുള്ളതുമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് ആദ്യം റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 കപ്പോളം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സവാള കട്ട് ചെയ്തതും അതുപോലെ 1 തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. 1-2 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. 1 കപ്പോളം വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് മയോനൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോനൈസ് എടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സൈസിൽ പരത്തിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയിട്ട് ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് വലിയ സൈസിൽ പരത്തിയെടുത്തിട്ട് പിന്നീട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്തെങ്കിലും ബൗളോ ഗ്ലാസ്സോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഈ ഒരു ഗ്ലാസിൻ്റെ സൈസിൽ അല്ലെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. 2-3 എണ്ണ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഷീറ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക. ഒരു പ്ലേറ്റിലൊക്കെ ഒന്ന് നിരത്തി വെച്ചാൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സോടെ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഗ്ലാസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഗ്ലാസ് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു അടിയിലുള്ള നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള പോട്ട് ഇളകി വരും. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഗ്ലാസ് മാറ്റാം. എന്നിട്ട് വീണ്ടും നമുക്കിതിൻ്റെ സൈഡിൽ വീണ്ടും 2 ഗ്ലാസ് വെച്ചിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഗ്ലാസ്സോടെ വെച്ചിട്ട് ഈ ഒരു പോട്ടൊന്ന് ഇടർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ്. ഇനി മറ്റേ സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ അകത്തൊക്കെ വേകണം നല്ലോണം. അപ്പോൾ ചൂടുള്ള എണ്ണയൊക്കെ അകത്തേക്കൊക്കെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ അകത്തും കൂടെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ അകത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ഷവർമ ഫില്ലിങ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കഴിക്കാൻ നേരത്ത് സെർവ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതുപോലെ മല്ലിയിൽ അരിഞ്ഞതൊക്കെ മുകളിൽ വെതറി കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മുമ്പേ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കരുത്, സെർവ് ചെയ്യാൻ നേരത്ത് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.